നമ്മളെ പെന്തക്കോസ്താടെ ഒരുക്കത്തിന്റെ 5-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, അതിനെ പറ്റിയാണല്ലോ നമ്മൾ കൂടുതൽ ധ്യാനിക്കുന്നതൊക്കെ. കുറുന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 3:16-17 നമുക്കെല്ലാം അറിയാവുന്ന തിരുവചന ഭാഗമാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഒരു ചോദ്യം ചോദിക്കുമോ നമ്മളോട്. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആലയം നിങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് ബോധ്യത്തിലേക്ക് വരാം. നമ്മൾ ദൈവത്തിന്റെ ആലയമാണെന്നും നമ്മുടെ ശരീരം മനസ്സും എല്ലാം നമ്മൾ ദൈവത്തിന്റെ ആലയമാണെന്നും ഈ ദൈവാത്മാവ് നമ്മിലുണ്ടെന്നും ഈ ആത്മാവാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മളെ ഈ നന്മ മരത്തിൽ ഒരുമിച്ച് കൂടി ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നതും പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമ്മളെ അതിശക്തമായിട്ട് ഒരുക്കുന്നതും. വീണ്ടും തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട്, 1-ാം അധ്യായം 14-ാം വാക്യം, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ കാത്തുസൂക്ഷിക്കും. കണ്ടോ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ഇവിടെ നമുക്ക് വീണ്ടും വീണ്ടും വചനം നമുക്ക് പ്രൂവ് ചെയ്തു തരികയാണ്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അതായത് നമുക്ക് നന്മ ചെയ്യാൻ, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു നന്മയുണ്ട്, സ്നേഹിക്കാനുള്ള ഒരു കൃപയുണ്ട്, നമുക്കൊരു വിശുദ്ധിയുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് കാത്തു സൂക്ഷിക്കണമെന്ന് പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ തിമോത്തിയോസിനെ എഴുതിയതിലൂടെ നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 12-ാം അധ്യായം 11-ാം വാക്യത്തില് പൗലോസ് വീണ്ടും പറയാണ്, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ ശുശ്രൂഷിക്കുക. കേട്ടോ, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യണം. ആത്മാവിൽ ജ്വലിക്കണം, ആത്മാവിൽ ജ്വലിക്കണം. ആ വാക്കുകളുണ്ട് എല്ലാം ഈ പരിശുദ്ധാത്മാവുമായിട്ട് റിലേറ്റ് ചെയ്ത് മുഴുവൻ നമ്മളോട് പറയാം, ഒരിക്കലും നിങ്ങളുടെ തീക്ഷ്ണത കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ തീക്ഷ്ണത കുറഞ്ഞു പോയാൽ എന്തെങ്കിലും മേഖലയിൽ, സ്നേഹത്തിന്റെ മേഖലയിൽ തീക്ഷ്ണത കുറഞ്ഞു പോയോ, വിശുദ്ധിയുടെ മേഖലയിൽ തീക്ഷ്ണത കുറഞ്ഞു പോയോ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ തീക്ഷ്ണത കുറഞ്ഞു പോയോ, പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ തീക്ഷ്ണത കുറഞ്ഞു പോയോ, പോട്ടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിൽ തീക്ഷ്ണത കുറഞ്ഞു പോയോ, എന്താ ചെയ്യേണ്ടത്? അതിൽ മാന്യം കൂടരുതെന്ന് പറയാം. ആത്മാവിൽ ജ്വലിക്കണം, ആത്മാവിൽ ജ്വലിക്കണം. ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ചാടി എഴുന്നേറ്റ് വീണ്ടും ജ്വലിക്കണമെന്ന് പറയുകയാണ്. ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തില് വളരെ മനോഹരമായ ഒരു വചനമുണ്ട്. കർത്താവ് പൗലോസ് പറയുന്നത്, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കണം. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കണം. കേട്ടോ, ആ വാക്ക് പറയുന്നുണ്ടോ? ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കണം. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. കാരണം ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ആത്മാവിന്റെ പ്രചോദനം ജഡമോഹങ്ങൾക്കും എതിരാണെന്ന് പറയുക. അപ്പൊ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതെന്ന് പറയാം. ഈ ബൈബിളിൽ വേറൊരു മനോഹരമായ ഒരു വചനമുണ്ട്, അത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 19-ാം വാക്യം, ആത്മാവിനെ നിർവീര്യമാക്കരുത്. കണ്ടോ, ഇവിടെ നമ്മൾ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് അറിയണമെന്ന് പറയുന്നു. വീണ്ടും തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൂടെ പറയുകയാണ്, നിന്നിലെ നല്ല നിക്ഷേപങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നീ കാത്തു സൂക്ഷിക്കണം. നീ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യണം. പിന്നെ പറയണം, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കണം. തെസ്സലോനിക്കക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് 1-ാം ലേഖനത്തിന്റെ 15-19 നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ആത്മാവിനെ നിർവീര്യമാക്കി കളയരുത്. ആത്മാവിനെ നിർവീര്യമാക്കി കളയരുത്. ഇംഗ്ലീഷിൽ ക്വെഞ്ച് എന്ന് പറയുന്ന വാക്കാണ്, QUENCH, ക്വെഞ്ച് എന്ന് പറയുന്ന വാക്കാണ് അത്. അതായത് കെടുത്തിക്കളയരുത്. അതായത് തീയുടെ മേളിലോട്ട്, തീക്കനലിന്റെ മേളിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കെട്ടുപോകും. അങ്ങനെ കെടുത്തിക്കളയരുതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കെടുത്തിക്കളയരുതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും നിർവീര്യമാകാൻ വളരെയധികം സാധ്യതയുണ്ട്. നിർവീര്യമാകാൻ വളരെയധികം സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇവിടെ പൗലോസ് നമ്മൾ ഓർമ്മിക്കുന്നത്, കെടുത്തിക്കളയരുത്. തിരുവചനത്തിൽ ഈ ആത്മാവ് നിർവീര്യമായി പോയിട്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ആത്മാവ് നിർവീര്യമായാലുള്ള പ്രശ്നമാണ്. ആത്മാവ് നിർവീര്യമായി കഴിഞ്ഞാൽ അൺക്ലീൻ സ്പിരിറ്റിന്, അല്ലെ,
ഹോളി സ്പിരിറ്റിനാണ് ഉദ്ദേശിച്ചത്. ഹോളി സ്പിരിറ്റ് ഡോർമെന്റ് ആയി പോയി കഴിഞ്ഞാൽ, അതിന്റെ പ്രവർത്തനം നിശ്ചലമായി പോയി കഴിഞ്ഞാൽ, പിന്നെ അൺക്ലീൻ സ്പിരിറ്റിന് പ്രവർത്തിക്കാൻ എളുപ്പമാണ്. അല്ലെ, അശുദ്ധാരൂപിക്ക് പ്രവർത്തിക്കാൻ എളുപ്പം. അത് പറയേണ്ട കാര്യമില്ല, അത് നോർമലാണ്. ആത്മാവിനെ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം അൺക്ലീൻ സ്പിരിറ്റ് ശക്തമായിട്ട് പ്രവർത്തിക്കും, നമ്മളെ വീഴ്ത്തിക്കളയും. ബൈബിൾ നമ്മൾ കാണാം, ദാവീദ് രാജാവിന്റെ കഥ നമുക്കറിയാലോ. ദാവീദ് രാജാവിന്റെ കഥ, ആത്മാവിന്റെ ശക്തിയിൽ ജ്വലിച്ചുകൊണ്ട് രാജ്യങ്ങൾ പിടിച്ചടക്കുന്നു, യുദ്ധങ്ങൾ ജയിക്കുന്നു, ജനങ്ങളെ സംരക്ഷിക്കുന്നു. ഭയങ്കര അതിശക്തമായ പ്രവർത്തനം ദാവീദിന്റെ ഉള്ളിൽ, ആത്മാവിന്റെ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. 1-2 സാമുവേലിലൊക്കെ ആയിട്ട്. ഈ 2-ാം സാമുവേലിൽ നമുക്കറിയാം ദാവീദിന് ഭയങ്കര ഒരു അബദ്ധം പറ്റുന്നുണ്ട്. ദാവീദിനൊരു അബദ്ധം പറ്റുന്നുണ്ട്. ദാവീദ് യുദ്ധം ചെയ്യാൻ പോകേണ്ട സമയത്ത് അദ്ദേഹം എന്താണ്, അവിടെ കിടന്നുറങ്ങി. കണ്ടോ, കിടന്നുറങ്ങിയിട്ട് മധ്യാഹ്നത്തിലായപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് മട്ടുപ്പാവിൽ, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ, 2 സാമുവേൽ 11-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഉലാത്തുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്, ഒരു സ്ത്രീ കുളിക്കുന്നത് കാണും. നമുക്കറിയാം ബേത്ഷേബ എന്ന് പറയുന്ന സ്ത്രീ ഹിത്യനായ അവന്റെ സൈന്യാധിപന്റെ ഊറിയ എന്ന് പറയുന്ന സൈന്യാധിപന്റെ വൈഫാണ്. അപ്പത്തേനും എന്ത് ചെയ്തു, ആ സ്ത്രീയെ അവൻ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും പാപം ചെയ്യുകയും ചെയ്യുന്നു. വ്യഭിചാരം എന്ന പാപം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ തൊട്ട് 12-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ വന്ന് ശരിക്കും ദാവീദിനെ കുറ്റപ്പെടുത്തുകയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനത്താൽ പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്. അതിങ്ങനെ പറയും, ഒരു 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 പാവപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. ആ ആട്ടിൻകുട്ടിയെ അവൻ അവന്റെ മടിയിലിട്ട് വളർത്തി, അവന്റെ മകളോട് കൂടെ വളർത്തി, അവന്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കൊടുത്തു. അവൻ ആ പാവപ്പെട്ട അവൻ ആ ഒരു ആട്ടിൻകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പറയണ അവന്റെ യജമാനൻ അനേകം ആടുകളുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്തത്, ഈ യജമാനന്റെ വീട്ടിൽ ഒരു അതിഥി വന്നപ്പോൾ ഈ യജമാനൻ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ ആട്ടിൻകുട്ടികളെ ഒന്നും ചെയ്തില്ല. ഈ യജമാനൻ എന്ത് ചെയ്തു, ഈ പാവപ്പെട്ട മനുഷ്യന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ കൊന്ന് അതിഥികളെ സൽക്കരിക്കുകയാണ്. അപ്പത്തേനും ദാവീദ് അങ്ങോട്ട്, ഈ കഥ കേട്ടപ്പോഴത്തേനും ദാവീദ് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വയലന്റ് ആവുകയാണ്. അവനെ വെട്ടി അരിഞ്ഞ് നുറുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയലന്റ് ആവുന്നതിന് നാഥാൻ പ്രവാചകൻ പറയാണ്, ആ മനുഷ്യൻ നീ തന്നെ. എന്നിട്ട് അതിന് തൊട്ടടുത്ത സെക്കൻഡിൽ ദാവീദ് വളരെയധികം അനുദപിക്കുന്നുണ്ട്. ഞാനിത് ഈ ഒരു കഥ ഈ ഒരു ചരിത്ര പശ്ചാത്തലം പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ദാവീദിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള അശുദ്ധ പ്രവൃത്തി ചെയ്തപ്പോഴും പരിശുദ്ധാത്മാവ് ദാവീദിന്റെ ഉള്ളിൽ പ്രവർത്തനം നിലച്ചുപോയത് ദാവീദ് സെൻസ് ചെയ്തു. അത് കൃത്യമായിട്ട് ദാവീദ് സെൻസ് ചെയ്തു. പിന്നെ നമ്മള് സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദാവീദ് അനുഭവിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും. അത്രമാത്രം വിജയത്തിൽ നിന്ന മനുഷ്യന് ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. സങ്കീർത്തനം 51 ദാവീദ് അനുദപിച്ച് പ്രാർത്ഥിച്ച്, നമുക്കെല്ലാം അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവമേ, അങ്ങനെ കാരുണ്യത്തിനൊത്തത് എന്നോട് ദയ തോന്നണം, അങ്ങനെ കാരുണ്യത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ, എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണം, എന്റെ പാപത്തിന് നിന്നെ ശുദ്ധീകരിക്കണം. കേട്ടോ, ഇങ്ങനെ തിരിച്ചും മറിച്ചും ആ പാപത്തിന്റെ ഓരോ വാക്കുകളും എടുത്തെടുത്ത് പറഞ്ഞ് അദ്ദേഹം അനുദപിക്കുകയാണ്. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, 10-ാം വാക്യം, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവ ചൈതന്യം നിക്ഷേപിക്കണമേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. കണ്ടോ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. ഈ ജഡിക പാപം അദ്ദേഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോകുന്നത്. ആ നിർവീര്യമായി പോയിട്ട് പിന്നെ നമ്മൾ കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ലഭിക്കുന്നുണ്ട് അനുദപിച്ചതിന് ശേഷം. പക്ഷെ ആ പ്രവൃത്തിയുടെ പരിണിതഫലം അദ്ദേഹം ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നു, ദൈവത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നു. എന്നാൽ സ്നേഹം, ആനന്ദം പരിശുദ്ധാത്മാവിന്റെ 2-ാമത്തെ ഫലമാണ് ആനന്ദം എന്ന് പറയുന്നത്. ഇത് നമ്മള് ഈശോ പറഞ്ഞത്, പൗലോസ്ലീഹ പറഞ്ഞതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് അതിന്റെ 6-ാം അധ്യായത്തില് 18-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലും എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ഇത് നമ്മൾ ഈശോ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തണം. ഈശോ എന്താ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനത്തിൽ, വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ നീ നോക്കിയ സ്ത്രീയോ പുരുഷനെ നോക്കിയ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. ഒന്നോർത്ത് ഈശോ പറഞ്ഞതിന്റെ ആ തീവ്രത കണ്ടോ. പഴയ നിയമത്തിലും ബൈബിളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വന്ന് ചെയ്ത്
ആ ഒരു ആക്ഷനെ ആയിരുന്നു വ്യഭിചാരം എന്ന് വിളിച്ചിരുന്നതെങ്കിൽ ഈശോ ഇവിടെ പറയുകയാണ്, നീ നോക്കിയ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യും. അപ്പൊ നമ്മൾ ഈ പൗലോസ്ലീഹ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തണം. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലും, ഇത്തരത്തിലുള്ള നോട്ടത്തിൽ നിന്ന് ഓടിയകലും, അശുദ്ധമായ ചിന്തയിൽ നിന്ന് നമ്മൾ ഓടിയകലണം. അതെന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞതെന്നറിയോ? ഈശോ മലയിലെ പ്രസംഗത്തിലാണ് ഇത് പറയുന്നത്. അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ഹൃദയശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധതയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇനി ഇതിന്റെ ബ്യൂട്ടി നമ്മൾ മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിന്റെ കഥ നമ്മൾ നോക്കിയാൽ മതി. ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിന്റെ കഥ നമുക്കെല്ലാം അറിയാം. ജോസഫ് അടിമയായിട്ട് വിൽക്കപ്പെടുന്ന പൊത്തീഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് അടിമയായിട്ട് അദ്ദേഹം വിൽക്കപ്പെട്ടത്. പൊത്തീഫറിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? പൊത്തീഫറിന്റെ ഭാര്യ ജോസഫിനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. പൊത്തീഫറിന്റെ ഭാര്യ പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അപ്പം ജോസഫ് മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം അവൻ എന്റെ കൈ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എന്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഇനി ജോസഫ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കേണ്ടത്. ഈ പാപത്തിന്റെ അങ്ങനെ ഒന്നുമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് എന്റെ ദൈവത്തിനെതിരെ പാപം ചെയ്തത്? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് എന്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത്? നമ്മൾ ജോസഫിന്റെ സിറ്റുവേഷനും കൂടെ ചിന്തിക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാവുള്ളൂ. ജോസഫിന്റെ 11 സഹോദരന്മാര് ജോസഫിനെ 10 പേര് ജോസഫിനെ കുഴിയിൽ തള്ളിയിട്ടിട്ട് അവിടുന്ന് പൊക്കിയെടുത്തിട്ട് ജോസഫിനെ വിൽക്കുകയാണ്. ഇസ്മായേലിൽ വരുമ്പോഴത്തേനും അദ്ദേഹത്തെ 20 വെള്ളി നാണയത്തിനെങ്ങാണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം ഉരിഞ്ഞിട്ട് അദ്ദേഹത്തെ വിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നോക്കുക, ആ മനുഷ്യൻ ശരിക്കും ഒരു ഡിപ്രഷനിൽ പോയൊരു മനുഷ്യൻ, തകർന്നു തരിപ്പണമായൊരു മനുഷ്യൻ. ഒറ്റപ്പെടലിന്റെ അപ്പനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടു. സഹോദരങ്ങള് അവനെ ചതിച്ചു. എന്തോ ഒരു ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് അവനൊരു അടിമയായിട്ട് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു വലിയൊരു ഓഫർ ലഭിക്കുക, പാപം ചെയ്യാൻ വലിയൊരു ഓഫർ ലഭിക്കുകയാണ്. പക്ഷേ ജോസഫിന് ഒരു ബോധ്യം ലഭിക്കാൻ, താൻ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിനെതിരെ പാപം ചെയ്തിട്ടില്ല. നമ്മൾ ഓർക്കണേ, പുറപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് 10 കൽപ്പന നൽകപ്പെട്ടിട്ടുള്ളത്. പുറപ്പാട് പുസ്തകത്തിലാണ്. പക്ഷെ ഇവിടെ ജോസഫിന് അല്ലാതെ ഒരു ബോധ്യം ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിന് ഈ ഒരു ബോധ്യം ലഭിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിന്റെ 15-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ തന്നെ ഇവനെ കയറി പിടിച്ചിട്ട് ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആ നിലവിളി കേട്ടപ്പോൾ അവൻ പുറങ്കുപ്പായം അവിടെ ഇട്ടിട്ട് ആ വീട്ടിൽ നിന്ന് ഓടി പുറത്തേക്ക് കടന്നു. കണ്ടോ, ഓടുന്നതുണ്ട്. ഇത് ശരിക്കും പൗലോസ്ലീഹ പറഞ്ഞത് കൃത്യം ലിറ്ററലി പാലിക്കുന്നത് കണ്ടോ. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലും. എന്നിട്ട് ഇതിന്റെ ഒരു എഫക്റ്റ് നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അത് കഴിഞ്ഞ് നമുക്കറിയാം ജോസഫിനെ പിടിച്ച് തടവറയിലിടുന്നു. തടവറയിൽ നിന്ന് അദ്ദേഹം തടവറയിൽ അവന്റെ കൂടെ തടവുകാരായവരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഫറവോയുടെ അടുത്ത് എത്തുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർത്തേക്കണം എന്ന് പറയും. പക്ഷെ അവർ ഓർക്കൊന്നുമില്ല, അവർ ആ കാര്യം വിട്ടേ പോകും. എന്നിട്ട് വീണ്ടും ഫറവോയ്ക്ക് ഒരു പ്രശ്നം വന്നൊരു സ്വപ്നം കാണുമ്പോൾ ആ സേവകൻ പറയുകയാണ്, എനിക്കറിയാം തടവറയിൽ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ജോസഫിനെ വിളിച്ചുകൊണ്ട് വരുന്നു. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് പിന്നെ എന്താണ്, ജോസഫിനെ ഈജിപ്തിന്റെ അധിപനാക്കുന്നു. ഈ ഒരു ചരിത്രം പറയുന്നത് വേറൊന്നിനും വേണ്ടിയല്ല, ജോസഫിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ എന്നിട്ട് ജോസഫിനെ ഈജിപ്തിന്റെ അധിപനാക്കിയിട്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 41-ന്റെ 38 ഫറവോ പറയുന്നു. ഫറവോ നമുക്കറിയാം, എല്ലാവരും ഫറവോ എന്ത് ചെയ്ത് ഫറവോയുടെ അടുത്ത് വലിയ ക്ഷാമം വരുമ്പോൾ ഭക്ഷണത്തിനും പാനീയത്തിനുമായിട്ട് എല്ലാം ഫറവോയുടെ അടുത്തോട്ട് വരും. എല്ലാവരും ജോസഫിന്റെ അടുത്തേക്കാണ് പറഞ്ഞു വിടുന്നത്. അതിന്റെ ഉൽപ്പത്തിയുടെ 41-ന്റെ 38 ഫറവോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫറവോ സേവകരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. കണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയും. ഇവിടെയാണ് നമ്മൾ 1 കോറിന്തോസിലെ 6-18 നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യഭിചാരത്തിന് ഓടിയകലും. കണ്ടോ, ഇവിടെ ആത്മാവ് കണ്ടോ, ഓടിയകന്നപ്പോഴത്തേനും ഇവിടെ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആത്മാവ് കണ്ടു. അപ്പൊ നമ്മൾ ഈശോ പറഞ്ഞത് വെച്ച് നോക്കണം. ആസക്തിയോടെ നോക്കിയാ നീ പാപം ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഈ അശുദ്ധമായ പ്രവൃത്തികളുടെ എല്ലാം പിന്നിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ നമ്മളെ പെടുത്തിക്കളയും.
പിന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയാം, സാംസന്റെ, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, സാംസണിൽ അതിശക്തമായി ദൈവാത്മാവ് പ്രവർത്തിച്ച ഒരു സംഭവം കണ്ടു. പക്ഷെ സാംസന്റെ ഒരു ദുരവസ്ഥയും കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടല്ലോ, സാംസണിൽ അതിശക്തമായിട്ട് ആത്മാവ് പ്രവർത്തിച്ചു. ആ സാംസന്റെ നേരെ പാഞ്ഞു വന്ന സിംഹക്കുട്ടി ആട്ടിൻകുട്ടി എന്ന പോലെ ചീന്തിക്കളഞ്ഞു. അവനെ വരിഞ്ഞിരുന്ന കയറ് ചണനാര് പോലെ ആത്മാവ് ആവർത്തിച്ചപ്പോഴത്തേനും എല്ലാം അഴിഞ്ഞു വീണു, എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും സാംസൺ എന്ത് ചെയ്തു? ഈ സ്ത്രീയായിട്ട് ഭയങ്കര കൂട്ടായാലും, ഈ സ്ത്രീ അന്ന് ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അങ്ങനെ ആ സ്ത്രീയായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അതിനകത്ത് ഇങ്ങനെ നമ്മൾ മോശപ്പെട്ട കാര്യം ഒന്നും പറയുന്നു, ഈ എന്താ പറയുക, ലൈംഗിക പാപത്തെ പറ്റിയോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം സാംസൺ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാംസണോട് ചോദിക്കുന്നുണ്ട്, സാംസൺ നിന്റെ ശക്തി എവിടെയായിരിക്കുന്നു, നിന്റെ ശക്തി എവിടെയായിരിക്കുന്നു? എന്നിട്ട് സാംസൺ ഒരു 3-4 തവണ കള്ളം പറയും, 3 തവണ കള്ളം പറയും. ആ ഉണങ്ങിയ ആ 7 ഞാണ് കൊണ്ട് ബന്ധിച്ചാൽ മതി, എന്റെ ശക്തി കുറഞ്ഞു പോകും. അത് നീ വീണ്ടും അവള് ചോദിക്കും, നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, അതുകൊണ്ടാണ് നീ എന്നോട് പറയാത്തതെന്ന് പറയും. എന്നിട്ട് അവൻ പറയും, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ ഞാൻ ദുർബലനാവും. അവൻ വീണ്ടും പറയും. എന്നിട്ടും അത് സംഭവിക്കത്തില്ലെന്ന് കണ്ട ദൈവത്തിനും അവള് വീണ്ടും ചോദിക്കുമ്പോഴത്തേനും പറയും, 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ തറച്ച് നെയ്ത് ഒരു മനുഷ്യനെ പോലെ, മറ്റു മനുഷ്യനെ പോലെ ഞാനും ബലഹീനനാകും. ഇങ്ങനെല്ലാം സാംസണിനോട്, പക്ഷെ സാംസൺ എല്ലാം കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അപ്പൊ ഇവള് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൾ എന്നോട് ചോദിച്ചു, അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ല, നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ അറിയാതെ എന്ത് ചെയ്യുന്നു? അവിടെ ദൈവത്തിൽ ചേർന്ന് നിന്ന ഹൃദയം ഈ സ്ത്രീയോട് ചേർന്നു. ഇവന് നാസീർ വ്രതം എന്ന് പറയുന്നൊരു വ്രതമുണ്ട്. അത് ദൈവത്തിന് വിശുദ്ധനായിരിക്കണം, അവൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ്. നമ്മളെല്ലാവരും ദൈവത്തിന് സമർപ്പിക്കും, അല്ലെ? മാമോദീസായിലൂടെ എല്ലാം നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരാണ്, ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നമ്മുടെ രഹസ്യം നമ്മൾ വേറൊരാളുമായിട്ട് പങ്കുവെക്കേണ്ടവരല്ല. നമ്മുടെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തരുത്. എന്ത് ചെയ്തത്? എന്നിട്ട് സാംസൺ എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ രഹസ്യം തുറന്നു. ക്ഷൗരക്കത്തി എന്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല, ജനനം മുതൽ ഞാൻ ദൈവത്തിന്റെ നാസീവ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എന്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാവും. കണ്ടോ? ഒരു സ്ത്രീയുടെ വാക്കിന് വഴങ്ങി അവൻ പറയാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഓരോ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈശോയെ തള്ളിപ്പറയും, നമ്മുടെ മുന്നിൽ ഒറ്റ കാര്യം, ഈ നമ്മൾ ഈശോയെ പിടിച്ച് ശിക്ഷിക്കുന്ന അവസ്ഥ നമ്മൾ ഇങ്ങനെ ബറാബാസിനെ കൊണ്ടു നിർത്തുന്നു, ഈശോയെ കൊണ്ടു നിർത്തുന്നു. എന്നിട്ട് ചോദിക്കും, അത് ജനങ്ങളോട് ഇരിക്കുന്നു, ആരെ വേണം? പച്ചയ്ക്ക് പറയാണ് ആൾക്കാർ, അവനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരും, ബറാബാസിനെ വിട്ടുതരും. ഇവിടെ സാംസൺ കണ്ടോ, അവൻ തെരഞ്ഞെടുക്കുകയാണ്. അവൻ ആ സ്ത്രീയോട് അവന്റെ ഹൃദയം ചേർത്ത് വെച്ച് അവൻ ആ ദൈവത്തിന്റെ ആ നാസീവ്രതത്തെ അവൻ വില കുറച്ച് കാണും. അതിന് വീണ്ടും 16-ാം അധ്യായം ന്യായാധിപൻ 16-ാം അധ്യായം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. കേട്ടോ, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. എന്നിട്ട് വീണ്ടും നമ്മൾ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അറിഞ്ഞില്ല. ഇതാണ് ശരിക്കും ആത്മാവ് നിർവീര്യമായി പോകാൻ എല്ലാ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ശരീരവിശുദ്ധിയായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ പറയുന്ന പല സ്ഥലങ്ങളിലും ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, നമ്മൾ ഈ ജോസഫിന്റെ കാര്യം, ഈ സാംസന്റെ കാര്യം, ദാവീദിന്റെ കാര്യം, ഈ ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യായാധിപന്മാർ സൂസന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കള്ളത്തരത്തിൽ ചതിച്ച് പാപം ചെയ്ത് അവളെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിലുണ്ട്. അപ്പൊ ഈ സൂസന്ന എന്ന് പറയുന്ന സ്ത്രീയെ ഇവർ അനുദിനം നോക്കുന്നുണ്ടായിരുന്നു. അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ വിവേകം നഷ്ടപ്പെട്ട് ദൈവവിചാരവും ധർമ്മബോധവും കൈവടിഞ്ഞു. കേട്ടോ, ആത്മാവിനെ അങ്ങ് നിർവീര്യമായി കളയണം. അശുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ, അശുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഓരോ കാര്യങ്ങളെ നമ്മൾ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ, തെറ്റായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ, ഓരോ സിനിമയിലൂടെയൊക്കെ ഓരോ സംഭവങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ ശരിക്കും കണ്ടോ, ദൈവവിചാരം നമ്മുടെ നഷ്ടപ്പെടുകയാണ്, ധർമ്മബോധം അങ്ങ് നഷ്ടപ്പെടുകയാണ്. പിന്നെ ആ സ്ത്രീയോടൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ടോ, പിന്നെ അവർക്ക് സംഭവിക്കുന്നില്ല. അപ്പത്തേനും അവിടെ നമ്മൾ കാണുന്നുണ്ട് 45-48 വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി. കേട്ടോ, അനീതിക്കെതിരെ നമ്മുടെ മുന്നിൽ ഒരു തിന്മ വരുമ്പോൾ, ഈ അശുദ്ധ ഭാവങ്ങളുടെ തിന്മ വരുമ്പോൾ
നമ്മുടെ ഉള്ളിൽ ഏത് സ്പിരിറ്റാ വർക്ക് ചെയ്യുന്നത്? നമ്മൾ സഹകരിക്കുവാണോ, അതോ ഇതുപോലെ ദാനിയേൽ എന്ന് പറയുന്ന ആ ബാലന്റെ നിർമ്മലമായ ആത്മാവിനെ, പരിശുദ്ധമായ ആത്മാവിനെ ഉണർത്തി എന്നാ പറയുന്നത്. പരിശുദ്ധമായ ആത്മാവിനെ ഉണർത്തി എന്ന് പറയും. പരിശുദ്ധമായ ആത്മാവ് എന്ന് പറയാറ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഉണർന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ആ ന്യായാധിപന്മാർക്ക് തക്ക ശിക്ഷ ലഭിക്കും, അവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മള് ഈ തിരുവചനത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇത്രയും ദിവസം നമുക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. വചനത്തിലൂടെ ഇപ്പൊ മ്യൂട്ടാണ്. അൺമ്യൂട്ട് ആണ്. സോറി, മ്യൂട്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഉള്ളിലെ ആത്മാവ്, നമ്മുടെ ഉള്ളിലെ ദൈവാത്മാവ്. അതുകൊണ്ടാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് ഇനി ഏതൊക്കെ പ്രവൃത്തികളാണെന്ന് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായം 16-ാം വാക്യം മുതൽ കാണണേ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കും. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ഇവ പരസ്പരം എതിർക്കുന്നത് മൂലം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു. എന്നിട്ട് പറയണം, ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിവാഹീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശ്യമായ മറ്റു പാപങ്ങളും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. ദുഷ്ടത, അഹങ്കാരം, ദുരാഗ്രഹം, മോഷണം, കള്ളസാക്ഷ്യം, ഭോഗാസക്തി, മൂഢത, ദൂഷണം, വഞ്ചന, വ്യർത്ഥഭാഷണം. ഇതെല്ലാം ഇങ്ങനെ പറയാണ് ജഡത്തിന്റെ വ്യാപാരങ്ങളാണ്. ഇവയെല്ലാം ആത്മാവിനെ നിർവീര്യമാക്കി കളയും, ആത്മാവിനെ നഷ്ടപ്പെടുത്തും. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അതിന് തുടക്കത്തിൽ പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കും, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അതെന്താണ് എന്ന് വെച്ചാൽ കുറെ പാപം ചെയ്തു, എനിക്ക് കുറെ കൃപകൾ അവിടെ, അതിനു മേളിൽ കുറെ കൃപകൾ. അതല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് മനസാക്ഷിയുടെ സ്വരം. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കും എന്ന് പറഞ്ഞു. ഒരു തിന്മ ചെയ്യാൻ നമുക്ക് പ്രചോദനം വരുമ്പോൾ ദൈവാത്മാവ് നമ്മളെ ഒറ്റവിട്ട് പറക്കുന്നുണ്ട്, അത് ചെയ്യരുതേ, അത് ചെയ്യരുതേ, അത് ചെയ്യരുതേ എന്ന്. പക്ഷെ നമ്മള് ഈ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ചെവി കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ശരീരത്തിന്റെ പ്രേരണ അനുസരിച്ച് പോകും. എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ കുമ്പസാരം ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യാണ്. അതല്ല, ഇവിടെ പറയാണ്. അതെവിടെയാണ്? ഈശോയിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം 16-ാം വാക്യം, അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും അനുദപിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിനെതിരെ ചെയ്തത്, ദൈവത്തിനെതിരെ ചെയ്തത്, സഹോദരങ്ങൾക്കെതിരെ ചെയ്തത്, നമ്മുടെ സമർപ്പണ ജീവിതത്തിനും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനും എതിരായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, നമ്മുടെ യുവത്വമൊക്കെ നമ്മൾ മലിനമാക്കിയിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും മാപ്പ് ചോദിച്ച് മനസ്സാപ്രകരണം ചൊല്ലി പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരെ പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സവിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളും എന്റെ അവനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന,
കണ്ണുകൾ തുറന്ന് കൈകൾ യാചനാപൂർവ്വം ഈശോയെ നോക്കാം. ഈശോയെ നോക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ അമ്മയുടെ അതിശക്തമായ മധ്യസ്ഥത്താൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണം. ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ 6-9 പ്രമാണങ്ങൾക്കെതിരെയൊക്കെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്ത് അനുദപിക്കാം. അത്തരത്തിലുള്ള പാപം ചെയ്ത മനുഷ്യരോടൊക്കെ ബൈബിളിലെ ഈശോയുടെ കരുണ അത്ര വലുതാണ്. നമുക്കറിയാം, പാപിനിയായ സ്ത്രീ എന്തോ ഒരു വലിയ പരിഗണന അവളോട് കാണിക്കുന്നത്. സമരിയാക്കാരി സ്ത്രീ യോഹന്നാൻ 4 എന്തോ ഒരു വലിയ പരിഗണനയാണ് അവൾക്ക് കിട്ടുന്നത്. അവളോട് കുടിക്കാൻ വെള്ളം തരാൻ പറയുമ്പോഴത്തേനും ഒരു വലിയ സംഭാഷണം അവിടെ നമ്മൾ കാണുന്നുണ്ട്. നീ യഹൂദനല്ലേ, ഞാൻ എങ്ങനെ നിനക്ക് വെള്ളം തരുന്നത്? അപ്പൊ ഈശോ പറയാ, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കുമായിരുന്നു. അപ്പൊ അവള് പറയാം, നീ കുടിക്കാൻ എനിക്ക് താ. അപ്പൊ ഈശോ പറയാം, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോവാ. അവള് പറയാണ്, എനിക്ക് ഭർത്താവില്ലെന്ന്. ഈശോ പറയാം, ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ ഉള്ള നിന്റെ ഭർത്താവല്ല. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയാൽ അവള് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്തോ ഒരു വലിയ തെറ്റായിരുന്നു. പക്ഷെ അവളെയും ആത്മാവ് നേടുകയാണ്. അവളെ ആത്മാവ് നമ്മൾ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയ്ക്ക് ആ മേഖലയിലൊക്കെ ഉള്ളവരോട് വലിയ പരിഗണനയാണ്. കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:11 മുതൽ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. എന്തെന്നാൽ നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ നമ്മൾ രക്ഷ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കും, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിക്കും. സുഖലോലുപതയിലോ അവിഹിത വേഴ്ചയിലോ മദ്യലഹരിയിലോ കലഹങ്ങളിലോ വിഷയാസക്തിയിലോ അഹങ്കാരത്തിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. എല്ലാവരും ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും അന്ധകാര മേഖലകൾ ഉണ്ടെങ്കിൽ ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. ഈശോയെ സ്വീകരിക്കാം. സമരിയാക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് ഈശോ അങ്ങോട്ട് പോകണം. ആ ഒരൊറ്റ പെണ്ണിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്ന ഈശോയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളോടൊക്കെയുള്ള ഈശോയുടെ സ്നേഹം നോക്കി. നമുക്കറിയാവുന്നവരൊക്കെ ഈ അശുദ്ധ ഭാവങ്ങൾക്ക് അടിപ്പെട്ട് കിടന്ന് നമുക്കറിയാവുന്നവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൂട്ടത്തിൽ യുവാക്കളൊക്കെ ഒത്തിരി പേര് ഈ മേഖലയിൽ അടിപ്പെട്ട് കിടപ്പുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയുണ്ട്. എല്ലാം ഈ ജഡിക ഭാവങ്ങൾക്ക് അടിപ്പെട്ടുള്ളവരെല്ലാം പരിശുദ്ധാത്മാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങൾക്കറിയാവുന്നവരെല്ലാം എല്ലാ യുവാക്കളെയൊക്കെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. റോമ 12:1. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ശരീരത്തെ കർത്താവിന് സമർപ്പിച്ച് ബലിയായ ആരാധന ആക്കണമെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നല്ലതും പ്രീതിജനകവും ദൈവഹിതവും എന്തെന്നും പരിപൂർണമായതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ശരീരവിശുദ്ധി പാലിച്ചാൽ, ഹൃദയത്തിന്റെ വിശുദ്ധി പാലിച്ചാൽ, പഞ്ചേന്ദ്രിയങ്ങൾ വിശുദ്ധി പാലിച്ചാൽ, കണ്ണിന് വിശുദ്ധി പാലിച്ചാൽ ആത്മാവിനെ കിട്ടും. ആത്മാവ് പവർഫുൾ ആകുന്നവർ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തെ കർത്താവിന് കൊടുത്ത് ഈ ശരീരത്തിലുള്ള ആത്മാവ് നിർവീര്യമായി പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട്, എന്റെ നോട്ടം കൊണ്ടോ, എന്റെ ചിന്ത കൊണ്ടോ, എന്റെ വാക്കുകൊണ്ടോ, എന്റെ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ആത്മാവിന് പ്രവർത്തിക്കാൻ ഞാൻ സ്പേസ് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അനുദപിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ആത്മാവെ പ്രവർത്തിക്കണമേ. ആത്മാവെ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആത്മാവെ പ്രവർത്തിക്കണമേ. ആത്മാവെ ആത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനോതുക ജീവദായക ജീവനാളമാ എരിഞ്ഞു തീരുവാ. ജീവനോതുക ജീവദായക ജീവനാളമാ എരിഞ്ഞു തീരുവാ. എല്ലാവരും ആഗ്രഹിച്ച് ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ. ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുക. ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുക. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. കണ്ണുകളടച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മാവിനെ അനുഭവിച്ച് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ആത്മാവ് നിറയട്ടെ. യോഹന്നാൻ 19:34 പടയാളികൾ ഒരു വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി, ഈശോയുടെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി, അവിടുന്ന് രക്തവും ജലവും പുറപ്പെട്ടു. അത് കണ്ട് ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും കണ്ണോട്ട് കണ്ടേ, എല്ലാവരും ഉൾക്കണ്ണിൽ കണ്ടേ, ഹൃദയത്തിൽ കണ്ടേ. യേശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് തിരുരക്തം ഒഴുകി എന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ എന്നെ ശുദ്ധീകരിക്കുകയാണ്. എന്നെ ഉള്ളിൽ മറഞ്ഞു പ്രവർത്തിക്കുന്നു, ഞാൻ അറിയാതെ പ്രവർത്തിക്കുന്നു. എല്ലാ തരത്തിലുള്ള അശുദ്ധികളും, എല്ലാ തരത്തിലുള്ള ജഡികതയും, എല്ലാ തരത്തിലുള്ള തിന്മയും, എല്ലാ തരത്തിലുള്ള ദുഷ്ടാരൂപിയും, എല്ലാ തരത്തിലുള്ള വിഗ്രഹങ്ങളും എല്ലാം കഴുകി 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 എല്ലാം നിർമ്മലമാകട്ടെ എല്ലാവരും. എന്നിട്ട് ഈശോയുടെ ആത്മാവ് തിരുജലം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന എല്ലാവരും കണ്ടേ. ആത്മാവിനെ ഈശോ തരികയാണ്, ആത്മാവിനെ ഈശോ തരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നില്ല, പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ പോലുമില്ല. എല്ലാം കർത്താവ് എടുത്ത് മാറ്റുന്നു, എല്ലാം കർത്താവ് എടുത്ത് മാറ്റുന്നു. കണ്ണിനൊരു ചൈതന്യം ചോദിച്ചു മേടിച്ച്, കണ്ണിനൊരു ചൈതന്യം ചോദിച്ചു. വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ എല്ലാവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ എല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. നാവിന് വിശുദ്ധി കർത്താവ് ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും എന്തെങ്കിലും പ്രവർത്തിച്ച് അശുദ്ധ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കർത്താവിനെ കൊടുത്ത്, എല്ലാം നമ്മുടെ ബുദ്ധി എല്ലാം കർത്താവിനെ കൊടുത്ത്. അശുദ്ധമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകളെല്ലാം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. തിരുരക്തം ഒഴുകി ഇറങ്ങുന്ന നിമിഷം, ആത്മാവിനാൽ നവീകരിക്കപ്പെടുന്ന നിമിഷം നമ്മുടെ ഹൃദയത്തെ ഈശോയ്ക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ പവിത്രത കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരും ആഗ്രഹിച്ച് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും, ലൈംഗികത എല്ലാം കർത്താവിന് കൊടുക്കണം. ഓ കർത്താവെ നവീകരിക്കണമേ, അശുദ്ധമായ പ്രവൃത്തികൾക്കൊന്നും ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ കർത്താവ്. അങ്ങയുടെ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കാൻ വേണ്ടി എപ്പോഴും അങ്ങയുടെ ആത്മാവിനെ കൊണ്ട് ഞങ്ങൾ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആത്മാവിനെ കൊണ്ട് പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഓ കർത്താവേ ആത്മാവിനെ തരണമേ.
തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. കർത്താവേ, ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ ആത്മാവിന് പ്രവർത്തിക്കാൻ തടസ്സം നിൽക്കുന്ന എന്ത് അശുദ്ധിയാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ സഹോദരങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള ദുഷ്ടാരൂപികളെയും നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മളിൽ മാത്രം ആത്മാവ് നിറഞ്ഞാൽ പോരല്ലോ, ഒരു കുടുംബം മുഴുവൻ ആത്മാവ് നിറയണം. ഒരു കുടുംബം മുഴുവൻ ആത്മാവ് നിറയണം. ആ സിഹിയോൻമാളിയിൽ കൂടിയിരുന്ന അത്രയും പേരിൽ ആത്മാവ് നിറഞ്ഞപ്പോൾ ആത്മാവ് ഇന്ന് 2000 വർഷം കഴിഞ്ഞിട്ടും ലോകം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ തലമുറകളിലേക്ക് നിന്റെ ആത്മാവ് നിറയണം. ഞങ്ങളുടെ തലമുറകളിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാം വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചുമക്കളെല്ലാം വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ആത്മാവിൽ നിറയണം, ആത്മാവ് നിറയണം. നല്ല ധാർമ്മിക മൂല്യമുള്ളവരായിട്ട് വരണം, വിശുദ്ധിയുള്ളവരായിട്ട് വരണം. എല്ലാവരെയും ബഹുമാനിക്കുന്നവരാവണം, എല്ലാവരെയും സ്നേഹിക്കുന്നവരാവണം. എല്ലാം നമുക്ക് കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുക്കാം, കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുക്കാം. യേശുവേ, ആരാധന, ആരാധന. നമുക്ക് ചെറിയ സ്വരത്തിൽ ഈശോയെ സാവധാനം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. കെട്ടഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇനി ആത്മാവ് നിറയാൻ തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും വിധത്തിൽ അശുദ്ധി എന്റെ വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിൽ ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, ലൂക്ക 9:2 ബന്ധിക്കുന്ന ഈശോയെ. എന്റെ മാതാപിതാക്കളിൽ മറഞ്ഞ് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ദുഷ്ടാരൂപി ഉണ്ടെങ്കിൽ ഈശോയെ, എഫെസ്യർ 6:10-17 ബന്ധിക്കുന്ന ഈശോയെ. സഹോദരങ്ങളിൽ ഏതെങ്കിലും തിന്മയുടെ ആരൂപി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ, 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന ഈശോയെ. ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്ടാരൂപി എന്റെ ഭവനത്തിൽ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ 54:17 ബന്ധിക്കുന്ന ഈശോയെ. 22:22 ബന്ധിക്കുന്ന ഈശോയെ. ഏതെങ്കിലും കൂടോത്രത്തിന്റെയോ വിചാരത്തിന്റെയോ ഏതെങ്കിലും തിന്മ പ്രവർത്തികൾ എന്റെ ഭവനത്തിലുണ്ടെങ്കിൽ 18 ബന്ധിക്കുന്ന ഈശോയെ. തരത്തിലുള്ള വെറുപ്പിന്റെ എന്റെ കുടുംബത്തിലുള്ള ദ്വേഷത്തിന്റെയും രാഗത്തിന്റെയും അരൂപികളെ 22-22 അരൂപികളെ ഈശോയെ. 16-18 ഈശോയെ. 18-18 ഈശോയെ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തകർന്നു വീഴട്ടെ. എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ. എല്ലാ തിന്മയുടെ അരൂപികളും യേശുവിന്റെ നാമത്തിൽ വീര്യമായി പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. ിലേക്ക് കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളിലേക്ക് കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സന്നിധിയിൽ വന്ന് ആരെയൊക്കെ തള്ളിക്കളഞ്ഞില്ലല്ലോ ഈശോയെ. മത്തായി 11:28 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പരിശുദ്ധാത്മാവ് നിറയും. നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബ ജീവിതങ്ങൾ, ജോലി മേഖലകൾ, ബിസിനസ്, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, കടബാധ്യത, രോഗത്തിൻ്റെതായ പ്രശ്നങ്ങൾ, എല്ലാ തകർച്ചകളും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടെ ആത്മാവിന്റെ നിറവിനായി ആഗ്രഹത്തോടെ എല്ലാവരും കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, ആരാധന, പ്രവർത്തിക്കണമേ. ഈ ആത്മാവിന്റെ നിറവ് എല്ലാവർക്കും വലിയ ആത്മാവിനെ തന്നിരിക്കുന്നു. കല്ലുപോലെ ഇരിക്കരുത്, ഇതുപോലെ അകത്തെ വിട്ടുകൊടുക്കുക, അകത്തെ വിട്ടുകൊടുക്കുക.
ശാന്തമായി ശാന്തമായി ഈശോയ്ക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് എല്ലാവരും കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കി. എല്ലാവരും കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കി. തുറന്ന് ഈശോയെ നോക്കി. നമ്മുടെ കുറവുകളോ നമ്മുടെ ബലഹീനതകളോ ഒന്നും നോക്കുന്ന കർത്താവല്ല. പത്രോസിനോട് ചോദിച്ചതുപോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈശോ അത് നോക്കുന്നുണ്ട്. അതാണ് ഈശോയ്ക്ക് വേണ്ടത്, സ്നേഹം. സ്നേഹം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത സുപ്രധാനമായ കൽപ്പന എന്താണ്? നിയമാവർത്തനം 6:4 മുതൽ ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ ഒരേ ഒരു കർത്താവാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞ് തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ ആത്മാവിനെ കൊടുക്കുന്നവർ, തന്നെ സ്നേഹിക്കുന്നവർക്ക് ആത്മാവിനെ കൊടുക്കും. നമുക്കറിയാലോ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കും. ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹം. അവന 3:16 അവനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയിലും ഇത് തന്നെയാണ് കാണുന്നത്. യോഹന്നാൻ 13:1 ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിച്ചു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കും. എല്ലാവരും വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിന്റെ ദയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കർത്താവെ ഞങ്ങളെ പ്രചോദിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് നമുക്ക് എല്ലാവർക്കും അമ്മയുടെ കയ്യിലോട്ട് നമ്മൾ തന്നെ കൊടുക്കാം. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലോട്ട് കൊടുക്കും. എല്ലാവരും കണ്ണുകൾ അടച്ച് അതൊന്ന് ആ രംഗം ഒന്ന് കണ്ടേ. നമ്മുടെ കുറവുകളോട് കൂടെ തന്നെ ഉണ്ണീശോയുടെ ഒരു സൈഡിൽ നമ്മളെ മാതാവ് എടുത്ത് പിടിച്ചിരിക്കുന്നതായിട്ട് എല്ലാവരും കണ്ടേ. അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുമ്പോ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? എല്ലാവരും സ്നേഹം ആഗ്രഹിച്ച് അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുമ്പോ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? നമ്മളൊരു കൈകൾ ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ നന്മ മരത്തിലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടേ. കൈകൾ കോർത്ത് പിടിച്ചിരിക്കുന്നു. അവരേക മനസ്സോടെ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രാർത്ഥന ഉയരട്ടെ. എല്ലാവരും കണ്ട് നമ്മൾ 152 പേരുണ്ട്, 153 പേരുണ്ട്. നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ നന്മമരത്തിൽ നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ചിരിക്കും. ഒറ്റ മനസ്സോടെ, ഒറ്റ ആഗ്രഹത്തോടെ, ഒറ്റ ചിന്തയോടെ യേശുവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ അവകാശമാണ്. യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നമ്മൾ. അത് നമ്മുടെ അവകാശമാണ്. ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോഴും വിചാരിക്കുകയാണ് എന്റെ ഉള്ളിൽ കുറെ അശുദ്ധികൾ ഒന്നുമല്ല, നിന്റെ ആഗ്രഹമോ പ്രയത്നമോ യോഗ്യത ഒന്നുമല്ല. ഈശോയുടെ ദയയാണ്, ഈശോയുടെ കരുണയാണ് നിനക്ക് തന്നു കഴിഞ്ഞു. ഈശോയിൽ വിശ്വസിക്കാം. കണ്ണ് നിറഞ്ഞു ഒഴുകുന്നത് കർത്താവിന്റെ കൃപയാണ്. എല്ലാവരും ഈശോയുടെ സ്നേഹം അനുഭവിച്ച്
ഇപ്പോഴും വിചാരിക്കും, നിങ്ങളുടെ യോഗ്യതകളിലേക്ക് നോക്കുന്നത് കൊണ്ടല്ലേ ഞാനൊരു പാപിയാണെന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, നീ പാപിയാണ്, പക്ഷെ നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്, നീ എന്റെ പ്രിയപുത്രിയാണ്, പ്രിയപുത്രനാണ്. ആ ഒരു ബോധ്യത്തിലായിരുന്നുകൊണ്ട് നമുക്ക് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരു മനസ്സോടുകൂടി ഈശോയുടെ ബ്ലെസ്സിങ് സ്വീകരിക്കാം, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും യേശു ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന. എല്ലാവർക്കും വിശുദ്ധി പ്രദാനം ചെയ്യണമേ, വിശുദ്ധി നൽകണമേ, വിശുദ്ധി നൽകണമേ, സ്നേഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന പരമാദിവ്യകാരുണ്യത്തിന് കുമ്പിട്ട് ആരാധിക്കാം, കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.